everyone, welcome back to Salem Learning. Anatomies ആണ്. സോ മക്കളെ, നമ്മളെല്ലാവരും ഇത് അടിപൊളിയായി ഇനി വരാൻ പോകുന്ന നമ്മുടെ ആനുവൽ എക്സാമിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എന്നൊക്കെ മിസ്സിന് അറിയാം. അപ്പം നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നാം ജീവിക്കുന്ന ലോകം, ദ വേൾഡ് വി ലിവ് ഇൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലെ കംപ്ലീറ്റ് കോൺസെപ്റ്റുകൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതൊരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് എന്താണ്? നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ഒരു ഗോളമാണ് അല്ലേ, ഒരു സ്പെറിക്കൽ ഷേപ്പ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഒരു ഗോളം അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു സ്പിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉരുണ്ട ആകൃതിയിലുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോളം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, ഉരുണ്ട ആകൃതിയിലുള്ള വസ്തുക്കളെ നമ്മൾ ഗോളം എന്ന് വിളിക്കുന്നു. റൗണ്ട് ഷേപ്ഡ് ഒബ്ജക്റ്റ് ആർ കോൾഡ് സ്പിയേഴ്സ്. അപ്പൊ കുറേ ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റൂല ഇങ്ങനെ ഉരുണ്ട ആകൃതിയിലുള്ള ആൾക്കാർ. അപ്പൊ ആ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി എന്റെ അടുത്ത ചോദ്യം, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഇതുപോലെ ഉരുണ്ടിട്ടാണെങ്കിലും നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഭൂമിനെ കാണാൻ പറ്റുന്നത്? പരന്നിട്ടാണ്. അപ്പൊ അതിന്റെ ആ ഒരു ഐഡിയ മനസ്സിലാക്കുന്നതിനായിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയൊരു ബോൾ എടുക്കുക. ആ ബോളിന്റെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾ ഇതുപോലെ മുറിച്ചു വെക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്ത് നിന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സറൗണ്ടിങ് ഒന്ന് നോക്കിക്കേ. അപ്പൊ ആ ഒരു ഭാഗം മാത്രം നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു ഭാഗം പരന്നതായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതായത് ഇഫ് ദ ബോൾ ഈസ് അവർ എർത്ത് ആൻഡ് ദ സ്ക്വയർ ഈസ് അവർ ലൊക്കാലിറ്റി, വി കനോട്ട് റിക്കഗ്നൈസ് ദ ഷേപ്പ് ഓഫ് ദി എർത്ത് ബൈ സീയിങ് ഓൺലി എ സ്മോൾ പാർട്ട് ഓഫ് ഇറ്റ്. അതായത് പന്ത് ഭൂമിയും ചതുരം നമ്മുടെ പ്രദേശവുമായാൽ ഭൂമിയുടെ ആകൃതി നമ്മൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഭൂമിയുടെ ഒരു ചെറിയ മോഡൽ എന്ന് പറയുന്നതാണ് ഈ കാണുന്ന നമ്മുടെ എന്തായിരുന്നു, ഗ്ലോബ്. അപ്പൊ ഗ്ലോബ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഭൂമിയുടെ ചെറിയ മാതൃകയാണ്. ഈ ഗ്ലോബിൽ നമുക്ക് പല നിറങ്ങൾ കാണാനായിട്ട് പറ്റും. അതിൽ പ്രധാനമായിട്ട് നമുക്ക് കാണുന്ന നിറം ഏതാണ്? നീല നിറമാണ്. അപ്പൊ നീല നിറത്തിൽ കാണുന്നതിന് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? യെസ്, അത് നമ്മുടെ കടലാണ്. അതിന് കൂടെ തന്നെ മറ്റ് പല നിറങ്ങളുണ്ട്. ഈ പല നിറങ്ങൾ എന്ന് പറയുന്നത് മറ്റ് പ്രദേശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഗ്ലോബിലെ നീല നിറത്തിലുള്ളത് കടലാണ്. മറ്റ് പല നിറങ്ങളിലായിട്ട് കരഭാഗവും നമുക്ക് കാണാനായിട്ട് പറ്റും. കരഭാഗത്തിന്റെ ഇരട്ടിയിലധികം നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും? കടല് കാണാനായിട്ട് പറ്റും. അപ്പം ആ ഒരു ഗ്ലോബിലെ കളറിൽ വരുന്ന വ്യത്യാസം ഒന്ന് നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബ്ലൂ കളർ എന്ന് പറയുന്നത് കടലാണെന്നും ബാക്കിയുള്ള കളർ എന്ന് പറയുന്നത് നമ്മുടെ ലാൻഡ് ആണെന്നും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ആകാശത്തെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഈ ആകാശം എന്ന് പറയുന്നത് എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്? തലയ്ക്ക് മുകളിൽ മാത്രമാണോ? അല്ല, നമുക്ക് വശങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ദ സ്കൈ ഈസ് ബെസ്റ്റ് സീൻ ഓവർഹെഡ്. വി ക്യാൻ സീ ദ സ്കൈ ഈവൻ ഇഫ് വി ലുക്ക് ഫോർവേഡ്, ബാക്ക്വേർഡ് ആൻഡ് സൈഡ്വേസ്. തലയ്ക്ക് മുകളിൽ ഏറ്റവും നന്നായിട്ട് ആകാശം കാണാൻ പറ്റും. മുന്നിലേക്കും പിന്നിലേക്കും വശങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ നമുക്ക് എന്തും കാണാനായിട്ട് പറ്റും? ഇതേ ആകാശം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ആകാശം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുന്നിൽ തന്നെയാണ്, നമ്മുടെ തലയ്ക്ക് മുകളിൽ തന്നെയാണ് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി എന്റെ അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത്, നമ്മള് ഈ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഊർജ്ജം, നമുക്ക് എല്ലാവർക്കും പ്രകാശം തരുന്ന ആളല്ലേ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ സൂര്യനെ ചെറുതായിട്ട് കാണുന്നത്? ഭൂമിനേക്കാളും എത്രയോ വലുതാണ് യഥാർത്ഥത്തിൽ സൂര്യൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ സൂര്യനെ നമുക്ക് ചെറുതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിന്റെ റീസൺ എന്താണെന്നാണ് നമ്മളിവിടെ പറയുന്നത്. സൺ ഈസ് എ വെരി ലാർജ് സ്പിയർ കമ്പയർഡ് ടു എർത്ത്. സിൻസ് ഇറ്റ് ഈസ് സോ ഫാർ അവേ, ദ സൺ അപ്പിയർ ടു സ്മോൾ ടു us when we look at it from the earth. ഭൂമിയെ അപേക്ഷിച്ച് സൂര്യൻ വളരെ ദൂരത്തിലാണ്. അതുപോലെ തന്നെ സൂര്യൻ എന്ന് പറയുന്നത് വളരെ വലിയ ഗോളത്തിലുമാണ്. ആൻഡ് വളരെ ദൂരെ ആയതിനാലാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യൻ ചെറുതായി കാണാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആയില്ലേ? യെസ്. ഇനി എന്തുകൊണ്ടാണ് പകൽ സമയത്ത് നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റാത്തത്? പകൽ സമയം സൂര്യന്റെ പ്രകാശം കൊണ്ടാണ് നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റാത്തത്. വി കനോട്ട് സീ ദ സ്റ്റാർ ഡ്യൂറിംഗ് ദ ഡേ ബിക്കോസ് ഓഫ് ദി ലൈറ്റ് ഓഫ് ദി സൺ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ നിലാവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. നിലാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ സൂര്യപ്രകാശം നമ്മുടെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ തട്ടി തെറിച്ചു വരുന്നതാണ് നമ്മുടെ നിലാവ് അല്ലെങ്കിൽ മൂൺലൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. സൂര്യൻ സ്വയം പ്രകാശിക്കുന്ന നക്ഷത്രമാണ് എങ്കിൽ ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. ചന്ദ്രൻ ആകെ ചെയ്യുന്ന എന്താണ്? തന്നിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തെ
റിഫ്ലക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സെലസ്റ്റിയൽ ബോഡീസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആകാശഗോളങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലോബിനെ പറ്റി തന്നെ ഒന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഗ്ലോബിൽ നമ്മുടെ രാജ്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയാണ് നമ്മുടെ രാജ്യമുള്ളത്? യെസ്, ഇതാണ് നമ്മുടെ ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തായിരുന്നു? യെസ്, നമ്മുടെ നാഷണൽ ഫ്ലാഗ് ആണ്. അപ്പൊ നാഷണൽ ഫ്ലാഗിന്റെ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യുക. മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച എന്നീ നിറങ്ങളോട് കൂടിയാണ് ഇന്ത്യൻ ദേശീയ പതാക എന്ന് പറയുന്നത്. മധ്യഭാഗത്ത് നീല നിറത്തിൽ 24 ആരക്കാലുള്ള അശോക ചക്രമുണ്ട്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഹാസ് എ സഫ്രോൺ കളർ ഓൺ ദി ടോപ്പ്, വൈറ്റ് ഇൻ ദ മിഡിൽ ആൻഡ് ഗ്രീൻ അറ്റ് ദ ബോട്ടം. ഇറ്റ് ഹാസ് ദ അശോക ചക്ര വിത്ത് 24 സ്പോക്ക് ഓഫ് ബ്ലൂ കളർ ഇൻ ദി മിഡിൽ. ഇനി നമുക്ക് അറിയേണ്ടത്, ഈ ഗ്ലോബിൽ നിങ്ങൾ നോക്കിയാലും നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഇല്ലേ? ഇന്ത്യയുടെ അതിർത്തി കാണാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ അതിർത്തികൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു രൂപത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം അല്ലെങ്കിൽ ഇന്ത്യയുടെ മാപ്പ് എന്ന് പറയുന്നത്. ഇതേ സംഭവം തന്നെ നമുക്ക് കേരളത്തിലും കാണാനായിട്ട് പറ്റും. അതായത് കേരളത്തിന്റെ ആ ഒരു അതിർത്തി എല്ലാം കൂടി വരച്ചാൽ നമുക്ക് കേരളത്തിന്റെ മാപ്പ് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യണം. നമ്മുടെ ദേശീയ പുഷ്പം ഏതാണ്, ദേശീയ മൃഗം ഏതാണ്, ദേശീയ വൃക്ഷം ഏതാണ്, നാഷണൽ എംബ്ലം ഏതാണ്, ആൻഡ് നാഷണൽ ബേർഡ് ഏതാണ്. ഇനി ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ നമ്മൾ അതിൽ ഓരോ പ്രദേശങ്ങളെയും 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഹൈ റേഞ്ച്, മിഡ്ലാൻഡ് ആൻഡ് കോസ്റ്റൽ ഏരിയ. അതായത് മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പൊ അവ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് കൂടി നോക്കാം. 3 തരത്തിലുള്ള പ്രദേശങ്ങളാണുള്ളത്. കടലിനോട് ചേർന്നുള്ളതിനെ തീരപ്രദേശം എന്നും മലയോട് ചേർന്നുള്ളതിനെ മലനാടെന്നും വിളിക്കും. ഇവയ്ക്കിടയിലുള്ള പ്രദേശത്തെയാണ് നമ്മൾ ഇടനാട് എന്ന് വിളിക്കുന്നത്. ഏരിയ adjacent to the sea is coastal area and the area adjacent to the mountain, high range, and the area in between them are midland. അപ്പൊ ഈ ഒരു യൂണിറ്റിലെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇത് നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലെ ഇനിയും നമുക്ക് കുട്ടി കുട്ടി ചാപ്റ്റേഴ്സും കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. എല്ലാ മക്കൾക്കും അത് വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.